വാപ്പാടെ ഉമ്മാടെ കടമ യുക്സിനഹു ഇസ്മഹു ഇദാ വലദ, അവൻ ജനിച്ചാൽ മാന്യമായ ഒരു പേരവൻ ഇട്ട് കൊടുക്കണം. രണ്ടാമത്തെ കടമ വയുഅല്ലിമഹു ഇദാ അകല, അവന് പ്രായപൂർത്തിയായാൽ ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. മൂന്നാമത്തെ കടമ വയുസവ്വിജഹു ഇദാ അദ്റക, വിവാഹ പ്രായമെത്തിയാൽ ഒരു കല്യാണം കഴിച്ചു കൊടുക്കണം. തീർന്നു, നിന്റെ കടമ തീർന്നു. ഇനി അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവനെ ഒരവളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവര് തക്വയോടെ ദീനോടെ ജീവിക്കുന്നു എന്ന് നീ നോക്കിയാൽ മതി. ഞാൻ കയ്യും കാലും കച്ചും കാലും വളർത്തി ഉത്തരവാദിപ്പ്. ഇപ്പൊ അവനെ കൊണ്ട് നടക്കണു, പറ്റില്ല. അവനെ കൊണ്ട് നടക്കാനാണ് അവളെ നമ്മൾ എന്ത് ചെയ്തത്. പുറകേക്കണ ഉപ്പാപ്പമാർക്കൊന്നും തീരെ പിടിക്കണില്ല, ഈ ഭാഗം അത്ര ശരിയില്ല. അതിനാണ് അവളെ നമ്മൾ ഏൽപ്പിച്ചത്, അതിനാണ് അവളെ അവനേൽപ്പിച്ചത്. അവരോടുള്ള മാതാപിതാക്കളോടുള്ള കടമകൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങോട്ട് നമ്മൾ എത്തി നോക്കരുത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയുടെ ടെൻഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഈ ഭാര്യയും ഭർത്താവും കൂടെ എല്ലാം കഴിഞ്ഞിട്ട് വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഗാർഡൻ ഉണ്ടാവും. കുട്ടികളൊക്കെ ഉറങ്ങി, രാവിലെ സമയമൊന്നുമില്ല. ഇന്നലൊക്കെ പിന്നെ ഹാരി സബുഹൻ തവീല, പാഞ്ഞോടണതിൻ്റെ ഇടയിൽ സമയമില്ല. വൈകുന്നേരം ഭാര്യയും ഭർത്താവും മോനും മരുമോളും കൂടെ ആ പുല്ലിന്റെ അടുത്ത് പോയി ഇച്ചിരി നേരം, ഒരു ഊട്ടി ഇല്ലെങ്കിൽ ഒരു മിനി ഊട്ടി ഇവിടെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അവരിച്ചിരി വർത്താനം പറയുമ്പോ ജനലിന്റെ കട്ടം മാറ്റിയിട്ട് ഉമ്മ ഈ മയിലിന്റെ കുറ്റിയിൽ ഓന്ത് തലകെട്ടമാരി ഇങ്ങനെ നോക്കും. കൊള്ളാലോ, എന്നോട് വർത്താനം പറയും. പരസ്പരം അംഗീകരിച്ചു കൊടുക്കുന്നതിലൂടെ, അതോടൊപ്പം തന്നെ ഭാര്യ ഭർത്താവിനോട് പറയണം, ഉമ്മാനോട് നിങ്ങൾ അതേപോലെ സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഇങ്ങനെ പരസ്പരം, മരുമോൾ ഉമ്മയെ, ഉമ്മ മരുമോളെ, ഇവരെ പരസ്പരം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇടയിൽ സമാധാനത്തിന്റെ വീടുകൾ ഉണ്ടാവുക. ഇതെല്ലാം നമുക്കറിയാം.